ബാറിൽ നിന്നും മദ്യപിച്ചിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ തൊട്ട് മുമ്പിലെ റോഡിൽ തലയിടിച്ച് വീഴുകയും അതിലെ വാഹനം വന്നത് കയറിയിറങ്ങി പോവുകയും ചെയ്യുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ആളുടെ വികാരഭരിതമായ ഒരു ശബ്ദവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ബാർ ഹോട്ടലിന് മുമ്പിൽ നിന്നിരുന്ന 3 സെക്യൂരിറ്റി ജീവനക്കാരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ആ ഓഡിയോ ക്ലിപ്പിലുണ്ടായിരുന്നു. ഞാൻ ഈ രംഗം വളരെ വേദനയോടെയാണ് കണ്ടത്. ഇവിടെ ആരാണ് ശരിക്കും പ്രതികൾ? ഈ സെക്യൂരിറ്റി ജീവനക്കാർ ശരിക്കും പ്രതികൾ തന്നെയാണ്. ഒരു മനുഷ്യനെ ബാറിൽ നിന്നും അബോധാവസ്ഥയിൽ പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞ് തള്ളി റോഡിലേക്ക് വിട്ടത് അവർ തന്നെയാണ്. അവർ ശരിക്കും കുറ്റക്കാർ തന്നെയാണ്. എന്നാൽ നമ്മൾ ചിന്തിച്ചാൽ ഇതിൽ പരോക്ഷമായി പ്രതികളായ മറ്റ് 3 വിഭാഗക്കാരെ കൂടി കാണാൻ കഴിയും. ആദ്യ വിഭാഗം സ്വാഭാവികമായും സെക്യൂരിറ്റി ജീവനക്കാർ തന്നെയാണ്. രണ്ടാമത്, ഞാൻ ഈ മദ്യപിച്ച് മരണപ്പെട്ട മനുഷ്യനെ കുറ്റം പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനിയും മദ്യപിക്കുന്ന, ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരോടാണ് എൻ്റെ ചോദ്യം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മറന്ന്, നിങ്ങളുടെ ബോധം നഷ്ടമാകുന്നതുവരെ നിങ്ങൾ മദ്യപിക്കും? സ്വന്തം ജീവിതവും സ്വന്തം കുടുംബവും മറന്നുകൊണ്ട് ഏതവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത തരത്തിൽ മദ്യപിച്ചതുകൊണ്ടാണ് ആ മനുഷ്യന് ഈ അപകടം ഉണ്ടായത്. അദ്ദേഹം റോഡിൻ്റെ നടുവിലേക്ക് ചെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. അത് മദ്യപിച്ച അബോധാവസ്ഥയിൽ വീണതാണ്, അല്ലാതെ മറ്റു തരത്തിൽ ബോധഹീനനായി വീണതല്ല. ഇത് എല്ലാ മദ്യപാനികളും മനസ്സിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ മരണത്തിൽ പ്രതി ചേർക്കപ്പെടേണ്ടത് ആ മരണപ്പെട്ട വ്യക്തി കൂടിയാണ്. ഇതിലൊരു വൈരുദ്ധ്യാത്മകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മരണപ്പെട്ടയാൾ എങ്ങനെ പ്രതിയാകും? പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ആന്തരികമായ അർത്ഥമാണ്. മൂന്നാമത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നമ്മളുടെ സർക്കാർ. ഈ സർക്കാർ 2ാം വട്ടം ഇപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നു. ആദ്യ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ചേട്ടനെയും KPSCയുടെ ചേച്ചിയും കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. LDF വരും, എല്ലാം ശരിയാകും, പടിപടിയായി ഇവിടെ മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്നാണ്. എന്നിട്ട് അതാണോ സംഭവിച്ചത്? അല്ല, മദ്യ ഉപഭോഗം കൂട്ടുകയും ബാറുകളുടെ എണ്ണം കൂട്ടുകയും ഇപ്പോൾ മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. UDF ഭരണം അഴിമതി നിറഞ്ഞതായിരുന്നു. ജനം പൊറുതിമുട്ടി, വാർത്തകൾ കൊണ്ട് സഹിക്കാൻ പറ്റാതായി. പക്ഷേ നേതാക്കന്മാരുടെ പടലപ്പിണക്കവും തൊഴുത്തിൽ കുത്തുമൂലമാണെങ്കിലും അവർ പെട്ടെന്ന് ബാർ ഹോട്ടലുകൾ നിരോധിച്ചു. എല്ലാ വർഷവും 10 ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇടതുപക്ഷം ഭരണത്തിലേറുകയും വീണ്ടും ഈ ബാറുകൾക്കെല്ലാം ലൈസൻസ് കൊടുക്കുകയും വെബ്കോയുടെ ഔട്ട്ലെറ്റുകൾ നിർത്തലാക്കാനുള്ള നടപടി മരവിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നേരത്തെ അറിയാം, ഇവിടെ ചാരായം കുടിച്ച് സാധാരണക്കാർ വലിയ അല്ലലില്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് AK ആന്റണി എന്ന ജനകീയ മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന ആള് ചാരായം നിരോധിച്ചത്. അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഇവിടെ ചാരായം നിരോധനത്തിലൂടെ ഒരുപാട് പേര് മദ്യപാനം അവസാനിപ്പിക്കുമെന്നായി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. അവരെല്ലാം ബാറുകളിലേക്കോ വിദേശ മദ്യഷാപ്പുകളിൽ നിന്നും മദ്യം വാങ്ങുകയോ ചെയ്ത് ഇവിടെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിത നിലവാരം വർദ്ധിക്കുകയും അവൻ പണിയെടുക്കുമ്പോൾ അതനുസരിച്ച് കൂലി കൂടുതൽ വാങ്ങുകയും ഒക്കെ ചെയ്യാനുണ്ടായത്. അങ്ങനെ കേരളം ഒരു സമ്പന്ന സംസ്ഥാനമായി മാറുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ വിഷയത്തിൽ നിന്നും വിട്ടുപോവുകയല്ല. സാഹചര്യവശാൽ ആ സന്ദർഭങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ പടിപടിയായി മദ്യ ഉപഭോഗം നിർത്തുമെന്ന് പറഞ്ഞ ഒരു സർക്കാർ അത് നിർത്തിയില്ലെന്ന് മാത്രമല്ല, അതിന്റെ ഉപഭോഗം കൂട്ടുകയും ചെയ്തിരിക്കും. 4ാമത് പ്രതിഭാഗത്തുപെടുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഈ റോഡുകളിൽ രാത്രി വണ്ടി ഓടിക്കുന്ന മനുഷ്യർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഹൈവേയിലൊക്കെ ഒരു മനുഷ്യൻ പോലും ലൈറ്റുകൾ ഡിം ചെയ്യാറില്ല. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഇവിടുന്ന് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് അങ്ങ് വരികയാണ്. ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ഒന്നും കാണാൻ കഴിയുന്ന വരില്ല. ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതും ഈ അപകടത്തിന് ഒരു കാരണമായിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വലിയ ലൈറ്റോട് കൂടി ഒരു വണ്ടി വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് റോഡിൽ കാര്യമായി ഒന്നും കാണാൻ കഴിയില്ല. ഒരു മനുഷ്യൻ നിൽക്കുന്നതോ വീണ് കിടക്കുന്നതോ പോലും കണ്ടെന്ന് വരില്ല. മാന്യമല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന കേരളത്തിലെ ഡ്രൈവർമാർ ആലോചിക്കുക, ഒരുപാട് അപകടങ്ങൾക്ക് പിന്നിൽ നിങ്ങളും പ്രതിസ്ഥാനത്തുണ്ട്. എന്താണ് ഒന്ന് ഡിം ചെയ്താൽ? എൻ്റെ ഒരു സുഹൃത്ത് 10 വർഷമായി വണ്ടി ഓടിക്കുന്ന ആളാണ്. ഒരിക്കൽ അദ്ദേഹത്തിനോട് യാത്ര ചെയ്തപ്പോൾ രാത്രി ലൈറ്റ് ഡിം ചെയ്യാതിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് ഡിം ചെയ്ത് കാണിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കത് അറിയില്ലായിരുന്നു. കേരളത്തിൽ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ആളാണ്. ഇവിടെയുള്ള ഹൈവേകളിലൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, എല്ലാ ലോറികളും വലതുവശം ചേർന്നാണ് പോവുക. വലിയ നാഷണൽ പെർമിറ്റ് ലോറികളല്ല, എല്ലാം വലത് വശം ചേർന്നാണ് പോവുക. ഒരിക്കൽ ഞാൻ ഇടത് ഭാഗത്തുകൂടി ഓവർടേക്ക് ചെയ്ത് ഈ ലോറിയുടെ മുമ്പിൽ വന്ന് ലോറി നിർത്തിച്ചു. ഡ്രൈവറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ വലത് ഭാഗത്തൂടെ പോകുന്നത്? അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് 1 വേ ആണ്, എതിലേ വേണമെങ്കിലും പോകാം. എനിക്ക് ആ മര്യാദ മനസ്സിലായി. ഞാൻ ചോദിച്ചു, അങ്ങനല്ല, നിങ്ങൾ ഇടത് ഭാഗത്തൂടെ വണ്ടി ഓടിക്കണം, ഓവർടേക്ക് ചെയ്യേണ്ട വണ്ടി വലത് ഭാഗത്തൂടെ ഓവർടേക്ക് ചെയ്ത് പോകും. ഇല്ല, 1 വേയിൽ അങ്ങനെ നിർബന്ധമില്ല. എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കും. ഇതാണ് നമ്മളുടെ കേരളത്തിലോ ഭാരതത്തിലോ ഡ്രൈവിംഗ് പഠിച്ചാലുള്ള ഗുണം. കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ നന്നായി ഡ്രൈവ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ പോലും മറ്റ് ഡ്രൈവേഴ്സിന്റെ സ്വഭാവ ഗുണത്തിൽ ഈ മനുഷ്യനും പെട്ടുപോകും. അങ്ങനെ പലപ്പോഴും വൃത്തികെട്ട ഡ്രൈവിംഗ് ഞാനും ശീലിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്.
കാരണം നിവൃത്തിയില്ല. നമ്മൾ മാന്യമായി ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ രക്ഷയില്ല. ഞാൻ വിദേശത്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് മലയാളികളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവിടുത്തെ നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്നവരാണ്. അവിടെ വെച്ച് അവർക്ക് കേരളത്തെ ഓർമ്മയില്ല. അവർ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നു. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല, മറ്റു മനുഷ്യരെ കുറിച്ച് പോലും ചിന്തയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ 4ാമത്തെ വിഭാഗം ഇവിടുത്തെ വൃത്തികെട്ട ഡ്രൈവിംഗ് പരിശീലിച്ചിട്ടുള്ള ആളുകളാണ്. ഇനി ഒരു വിഭാഗത്തെ കൂടി പറയാം, ഇവിടുത്തെ ബാർ ഉടമകൾ, മുതലാളിമാർ. ഈ ബാറിന് കിസ്തടച്ച് അതിന്റെ ലൈസൻസ് മേടിക്കുമ്പോൾ ഒരു നിയമം കൂടി അതിൽ ആഡ് ചെയ്യുക. മദ്യപിച്ച് ലക്ക് കെട്ടുപോകുന്നവരെ മുതലാളിമാർ അവരുടെ വീടുകളിലെത്തിക്കുക. അവരെ ഈ പെരുവഴിയിലേക്ക് തള്ളിവിട്ട് മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരു ഡ്രൈവറെയും വണ്ടിയും വെച്ച് അവരെ യഥാസ്ഥാനത്ത് വിട്ടുകൊടുക്കാൻ ഇവർക്ക് മനസ്സുണ്ടാകും, അല്ലെങ്കിൽ അതിന് നിയമമുണ്ടാകും. ഈ മദ്യത്തിനൊരു കുഴപ്പമുണ്ട്. കഴിച്ചാലും മതിയായില്ല എന്ന് തോന്നും. പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ബോധം കെടുത്തും, കംപ്ലീറ്റ് സെൻസും. അവർ പിന്നെ വാഹനത്തിന് നടുവിലേക്കാണോ, വന്യമൃഗങ്ങൾക്ക് നടുവിലേക്കാണോ, അതോ വനത്തിലേക്കാണോ, അതോ മണലാരണ്യത്തിലേക്കാണോ പോകുന്നതെന്ന് അവർക്ക് ബോധമുണ്ടാകില്ല. അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള ഒരു മാർഗം കൂടി കണ്ടെത്തണം. അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്ത് എത്തിക്കാനുള്ള. അതല്ലെങ്കിൽ അവർക്ക് റൂം കൊടുത്ത് അവിടെ കിടത്തി അവരുടെ മദ്യത്തിന്റെ ലഹരി വിട്ടുപോയതിനു ശേഷം മാത്രം അവരെ പോകാൻ അനുവദിക്കുക. ഇതും ബാർ ഉടമകൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിയമം മൂലം അത് അനുവർത്തിക്കണം. പിന്നെ മദ്യപന്മാരോട്, ഡ്രൈവ് ചെയ്യുന്നവർ അവർ അലസരായി വണ്ടി ഓടിക്കുന്നു, ചിലരുടെ ജീവൻ എടുക്കും. മദ്യപിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവൻ അപഹരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അവർ അന്തസ്സോടെയാണ് മദ്യപിക്കുന്നത്. മദ്യപാനത്തിൽ അന്തസ്സുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവര് വിശപ്പുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ആനന്ദം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് അവർ മദ്യപിക്കുക. അല്ലാതെ സ്വബോധം നഷ്ടപ്പെടുന്നതുവരെ അവർ മദ്യപിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നില്ല. ഒരു ബാറിലും കിടന്ന് അടിയുണ്ടാക്കിയതായി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആരും പറഞ്ഞു പോലും അറിയില്ല. ഒരു കുപ്പി കയ്യിൽ കിട്ടിയാൽ അത് തീർക്കുന്നതാണ് എൻ്റെ അന്തസ്സിന് നല്ലത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തികഞ്ഞ മദ്യപാനിയാണ്, അതെന്റെ അന്തസ്സിന്റെ അടയാളമാണെന്ന് അവരാരും ചിന്തിക്കാറില്ല. അവർക്ക് ആവശ്യമുള്ള 1 or 2 പെഗ് കഴിച്ചിട്ട് അവർ ആ കുപ്പി അടച്ച് മാറ്റിവെക്കും. അവർ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇവിടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ള മദ്യപാനികളുടെ ഏകലക്ഷ്യം ആ കുപ്പി എങ്ങനെ കാലിയാക്കും. പിന്നെ ഒരു ആർത്തിയാണ്. എന്താണെന്നറിയില്ല. അഡിക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അഡിക്ഷൻ ആയിരിക്കാം. നമുക്ക് അങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കാതെ നോക്കരുത്. നമ്മൾ ശീലിക്കുന്നതല്ലേ നമ്മൾ പിന്തുടരുന്നത്. നമുക്ക് അങ്ങനെ ഒരു മദ്യപാന ശീലത്തിൽ നിന്നും മുക്തി നേടാനായി നമുക്ക് സ്വയം പരിശ്രമിക്കാം. 538 കോടി രൂപയുടെ മദ്യം മേടിച്ചിട്ട് അത് 3800 കോടിക്ക് വിൽക്കുന്നു. അത്രയധികം ടാക്സ് ഈടാക്കി 10 ഇരട്ടിയും 15 ഇരട്ടിയും വില കയറ്റിയാണ് കൊടുക്കുന്നത്. അങ്ങനെ സർക്കാർ കാശുണ്ടാകും. പക്ഷേ അതിൽ നിന്നും കുറച്ച് ശതമാനം എടുത്ത് മദ്യ നിരോധനത്തിന് വേണ്ടി പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെലവാക്കും. മദ്യം നിങ്ങളുടെ ആരോഗ്യത്തെ കാരണതിനുമെന്നൊക്കെ ഇവിടുത്തെ സർക്കാർ തന്നെ പരസ്യം ചെയ്യുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്, തമാശയാണ് തോന്നുന്നത്. അതായത് പണ്ടൊരു പഴമൊഴി ഉണ്ടല്ലോ, ദേശീയയുടെ ചാരിത്ര പ്രസംഗം എന്ന് പറഞ്ഞതുപോലെ. അതാണ് സർക്കാർ ചെയ്യുന്നത്. ഈ മദ്യപന്മാരുടെ കാശ് മേടിച്ചിട്ട് മദ്യപാനത്തെക്കുറിച്ച് പരസ്യവും ബോധവൽക്കരണവും നടത്തുക. എന്തൊരു മ്ലേച്ഛമായ വൃത്തികെട്ട കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയെങ്കിലും പടിപടിയായി മദ്യ ഉപഭോഗം കുറയ്ക്കും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ ധൂർത്ത് നടത്താനുള്ള വരുമാനം നഷ്ടമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോടും മറ്റ് മന്ത്രിമാരോടും എനിക്കൊരു അപേക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പുറന്തള്ളുന്ന കാലം വിദൂരമല്ല. ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധിപന്മാരെ അവർ തെരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഇട ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ സാധു മനുഷ്യന്റെ മരണം നഷ്ടപ്പെടുത്തിയത് ചിലപ്പോൾ അവരുടെ കുടുംബത്തിന്റെ അത്താണിയായി, പാവപ്പെട്ട മക്കളുടെ അച്ഛനെയായിരിക്കാം നഷ്ടമായിട്ടുണ്ട്, പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവിനെയായിരിക്കാം നഷ്ടമുണ്ടായിട്ടുണ്ടാകും. ഇതൊക്കെ മദ്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹവും ഇതുപോലുള്ള മരണത്തിന് ഉത്തരവാദികളാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ സമൂഹത്തോട് ഇത്രയെങ്കിലും പറയണം എന്ന് തോന്നി. അതിന് ഞാൻ ഈ മാധ്യമം വിനിയോഗിച്ചു. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തോർക്കുന്നു. നന്ദി, നമസ്കാരം.